ഞാനിത് അറിയില്ല, ഇങ്ങനെ ഒരു കല്യാണം അവിടെ നടക്കുന്നുണ്ട്, എൻ്റെ കസിൻ്റെ കല്യാണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനവിടെ പോയപ്പോൾ ഓൾക്ക് ഭയങ്കര ഇതായി, എക്സൈറ്റഡ് ആയി, ഭയങ്കര സന്തോഷമായി അവൾക്ക്. എനിക്കറിയില്ലായിരുന്നു കല്യാണം, ഞാൻ ഉമ്മാനെ കാണാൻ വേണ്ടി പോയത്. അപ്പോൾ പറയുന്ന അവിടെ കല്യാണം, കസിൻ്റെ കല്യാണം, എല്ലാവരും അവിടെയാന്ന് പറഞ്ഞു. അപ്പം ഞാനവിടെ പോയി പുറത്ത് വെയിറ്റ് ചെയ്തു. മീൻസ് അവിടെ ഈ കല്യാണത്തിന് എന്ന് പറഞ്ഞാൽ രാവിലെ നിക്കാഹായിരിക്കും. നിക്കാഹിന് ആണുങ്ങൾ മാത്രം പള്ളിയിൽ പോകും, പെണ്ണുങ്ങൾ മാത്രമേ കല്യാണ വീട്ടിലുണ്ടാവും. അപ്പോൾ ആണുങ്ങളെല്ലാവരും കല്യാണത്തിന് പോകാൻ വേണ്ടി ഞാൻ നോക്കി പുറത്ത് വെയിറ്റ് ചെയ്തു. എല്ലാവരും പോയി, എൻ്റെ കാർഡോർ മാറും ഇങ്ങനെ മനസ്സിലാവും, ഉപ്പ കാർഡോർ ഇങ്ങനത്തെ ആൾക്കാരെല്ലാം പള്ളിയിലേക്ക് പോയി എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ ഞാൻ ആരും കാണാണ്ട് മെല്ലെ കല്യാണ വീട്ടിലേക്ക് കയറി ഉമ്മാനെ കണ്ട് എല്ലാവരും പെങ്ങളൊക്കെ കണ്ട് അങ്ങനെ അങ്ങനെ തിരിച്ചു വന്നു. കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ ഹാപ്പിയാണോ ഇപ്പൊ തൊപ്പി ചെയ്യുന്നതില്? എങ്ങനെ അല്ല, ഇപ്പൊ തൊപ്പി ചെയ്യുന്നതിൽ അവരൊക്കെ ഹാപ്പിയാണോ പെങ്ങന്മാർ? കാരണം ഇപ്പം ഞാൻ ചോദിച്ചിട്ടില്ല അവര് ഹാപ്പി ആണോന്ന് ചോദിച്ചാൽ. എത്രയോ പേരാണ് തൊപ്പീനെ ഇഷ്ടപ്പെടുന്നത്, എത്രയോ ആൾക്കാർക്കാണ് തൊപ്പി ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ള. ലൈക്ക് ഇപ്പൊ തൊപ്പി എനിക്ക് തോന്നുന്നു സ്ട്രീമിംഗ് ആണെങ്കിൽ ചെയ്യുന്നതിന് മുന്നേ വരെ നമുക്ക് അത്ര അറിയത്തില്ല സ്ട്രീമിംഗ് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് അത്. ലൈക്ക് അതിനകത്തുനിന്ന് ഇത്രയും ലൈക്ക് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങളും ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം എത്രയോ പേരെ തൊപ്പീനെ ഇഷ്ടപ്പെടുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ കുറെ ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ POVയിൽ ചിന്തിക്കുന്നുണ്ടാവും. നമ്മുടെ നാട്ടിൽ എന്നെല്ലാം പറഞ്ഞാൽ വേറൊരു ടൈപ്പ് ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്, അതാരും മനസ്സിലാക്കുന്നില്ല. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ അങ്ങനെ ഒരുപാട് ആൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറേ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറേ ഫെയിം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലല്ലാത്ത ആൾക്കാരുണ്ട്. എൻ്റെ ഫാമിലി മാത്രമല്ല, നമ്മുടെ നാട്ടിലെന്നല്ല, മലബാർ ഏരിയയിലെല്ലാം കുറേ ഫാമിലീസ് അങ്ങനെ ഓർത്തഡോക്സ്, എക്സ്ട്രീംലി ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, മനസ്സിലാവും. അത് നിങ്ങൾ ഈ POVയിൽ ചിന്തിക്കുമ്പോഴാണ് എല്ലാവർക്കും ഇവന് ഇഷ്ടപ്പെടേണ്ടതാണല്ലോ, പിന്നെ എന്താ അവരെന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ചിന്തിക്കുന്നത്. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് കൃത്യമായ കാരണമുണ്ട്. ഇതൊക്കെ എതിരാണ്, മനസ്സിലാവും. ഇതൊന്നും നല്ലതല്ല സത്യം പറഞ്ഞാൽ. മീൻസ് ഹറാം, മനസ്സിലായില്ലേ? ഹറാം എന്നുള്ളൊരു സംഭവം അവിടെ ഉണ്ട്. ഇതെന്തൊക്കെ ചെയ്താലും ഇതൊക്കെ ഹറാമാണ്, മനസ്സിലാവും. അപ്പം ഈ ഹറാമെന്ന് ഉണ്ടാക്കുന്ന ഒരു പൈസ പോലും, അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ്സും നമുക്ക് വേണ്ടാന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. ഇപ്പം തൊപ്പിയാണെങ്കിൽ കൂടുതൽ ആക്റ്റീവ് യൂട്യൂബിലും സ്ട്രീമിങ്ങിലൊക്കെ ആണെങ്കിലും ഇപ്പം തൊപ്പിയുടെ ഒരു ചെറിയൊരു വീഡിയോ കട്ട് ആയിക്കോട്ടെ, അതിപ്പം ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, ഏത് പ്ലാറ്റ്ഫോമിലിട്ടാലും അത് ഭയങ്കര റീച്ചാണ്, ഭയങ്കര വൈറലാണ്. എനിക്ക് തോന്നുന്നു തൊപ്പി ഇൻസ്റ്റഗ്രാം അങ്ങനത്തെ അധികം വേറെ പ്ലാറ്റ്ഫോംസിൽ അങ്ങനെ ആക്റ്റീവ് അല്ല. അങ്ങനെ യൂട്യൂബില് തൊപ്പി സ്ട്രീം ചെയ്യും. പിന്നെ ഞാൻ കൂടുതലും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലാണ് ആക്റ്റീവ്. ഞാൻ അങ്ങനെ അധികം റീൽസ് ഇടലില്ല ഇപ്പം. പക്ഷെ ഇപ്പം തൊപ്പിന്റെ ലൈവിൽ നിന്നുള്ള ചെറിയ അതെ, ഞാൻ വേറെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ പോയി. ഇപ്പം യൂട്യൂബിലായാലും, യൂട്യൂബ് അല്ലാണ്ട് വേറെ യൂട്യൂബിനെ കമ്പീറ്റ് ചെയ്യുന്ന കുറേ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്. റൂട്ടർ, ലോക്കോ, കിക്ക്, വേറെ കുറേ ഉണ്ട്, ട്വിച്ച്, ഇങ്ങനെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, മനസ്സിലാവും. അപ്പം നമ്മളിങ്ങനെ ആസ് എ സ്ട്രീമർ ഇങ്ങനെ കോൺട്രാക്ട്സ് കിട്ടും ഓരോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ. അപ്പോൾ ഞാൻ അവിടെ പോയി സ്ട്രീം ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് വന്ന് കാണുന്ന വ്യൂവേഴ്സ് കട്ട് ചെയ്തിട്ട് എൻ്റെ കട്ടിങ്സ് എടുത്ത് ഇൻസ്റ്റയിലും ടിക്ടോക്കിൽ ഇതിലൊക്കെ ഇടുന്നതാണ്. അല്ലാണ്ട് ഞാൻ ഇതൊന്നും ഉപയോഗിക്കില്ല. ഞാൻ ഈ ഇൻസ്റ്റയോ ഇപ്പം റീസെൻ്റ് ആയിട്ടാണ് ഞാൻ 1-2 റീൽസ് ഇടാൻ തുടങ്ങിയത്. അതും ഞാൻ കുറച്ച് ആൾക്കാരെ ഹയർ ചെയ്ത്, ഇങ്ങനെ മാനേജിങ് ടീമിനെ ഹയർ ചെയ്തപ്പം അവരെന്നെ എടുത്ത് ഇടുന്നതാണ്. അല്ലാണ്ട് ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ സ്ട്രീമോ മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വ്ളോഗോ സ്ട്രീമോ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഞാൻ ഈ റീൽസോ ഈ പരിപാടിയൊന്നും ഞാൻ ചെയ്യലില്ല പൊതുവെ. അപ്പോൾ അവർ കാണുന്ന വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഫാൻ പേജുകൾ അവർ കട്ട് ചെയ്ത് ക്ലിപ്പിങ്സ് ആക്കിയിട്ട് ഇടുന്നതാണ്. അത് ആക്ച്വലി നല്ലതാണ്. കാരണം അധികം ക്രിയേറ്റേഴ്സും ഇത് സമ്മതിക്കൂല. അധികം ക്രിയേറ്റേഴ്സും ഈ നമ്മൾ പ്ലാറ്റ്ഫോം സ്ട്രീം ചെയ്യുന്നത് കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇടാൻ സമ്മതിക്കൂല, കോപ്പിറൈറ്റ് അടിച്ചു കൊടുക്കും. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ സ്ട്രീമിങ് തുടങ്ങുന്ന മുതൽ ഞാനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് എൻ്റെ കട്ടിങ്സ് ആരെടുത്തിട്ടാലും കോപ്പിറൈറ്റ് കൊടുക്കാണ്ട്, അതായത് യൂട്യൂബിലല്ല, ഇൻസ്റ്റയിലോ ടിക്ടോക്കിൽ ഇങ്ങനെയുള്ള റീൽസ് ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം എൻ്റെ ലൈവിലുള്ള കട്ടിങ്സ് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് അത് കൊടുക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ നമ്മളത് എടുത്ത് ഇടും. അങ്ങനെ സ്ട്രൈക്ക് മേടിക്കൂല. അങ്ങനെ സ്ട്രീമിങ് തുടങ്ങുന്ന ടൈം തന്നെ ഞാനൊരു
ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു 10-50 പേരോ 50-40 പേരെ ഹയർ ചെയ്തു. അതായത് എൻ്റെ സ്ട്രീമിലുള്ള കട്ടിങ്സ് എടുത്ത് പുറത്ത് പോയി നിങ്ങൾ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് 10-50 പേരെ ഞാൻ സെറ്റാക്കി. അങ്ങനെ ഫുള്ളൊരു സ്ട്രാറ്റജി വെച്ച് പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ഇതിങ്ങനെ ഡെവലപ്പായി ഇപ്പം അതൊരു എന്താ പറയുക, അതിനെന്താ പറയുക, ഒരു ഫ്ലോ, ഒരു കമ്മ്യൂണിറ്റി പോലെ അതിങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നോക്കേണ്ട കാര്യമില്ല, ഞാൻ ജസ്റ്റ് പോയി സ്ട്രീം ചെയ്താൽ മതി, ബാക്കി അവർ ചെയ്തോളും, ഞാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്തോരം ഫാൻ പേജ്, എനിക്ക് തോന്നുന്നു തുപ്പി എല്ലാ ഫാൻ പേജിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? സപ്പോർട്ട് എന്ന് വെച്ചാൽ എല്ലാവരും ഇല്ല, അധികം. ഇപ്പം മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ റിയാക്ട് ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ റിയാക്ട് ചെയ്ത പോലെ ആക്കിയിട്ട് ഫേക്ക് റിയാക്ഷൻ എന്ന് പറയും. അതായത് ഞാൻ വേറെന്തോ ഒരു വീഡിയോക്ക് റിയാക്ട് ചെയ്ത ക്ലിപ്പിങ്ങിൻ്റെ എൻ്റെ തല മാത്രം കട്ട് ചെയ്തിട്ട് വേറൊരു വീഡിയോൻ്റെ താഴെ കൊണ്ടുപോയിട്ട് വെക്കും. അതായത് ഞാൻ റിയാക്ട് ചെയ്ത ക്ലിപ്പല്ല അത്, ഞാൻ വേറെന്തോ കാര്യത്തിന് റിയാക്ട് ചെയ്ത എക്സ്പ്രഷൻ ഇടുന്നത് വേറൊരു വീഡിയോൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുന്ന പരിപാടിയുണ്ട്. അപ്പം ഫാൻ പേജുകളെ സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഫേക്ക് റിയാക്ഷൻ്റെ സംഭവം ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുമല്ലോ. പക്ഷെ എന്നാലും ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു പണ്ട് ക്ലാഷ് ഓഫ് ക്ലാൻസ് അല്ലേ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്? ക്ലാഷ് ഓഫ് ക്ലാൻസിന് മുന്നേ മിനി മിലിഷ്യ, ക്ലാഷ് ഓഫ് ക്ലാൻസ്, അതെ. പിന്നെ പബ്ജി. ലൈക്ക് ഗെയിമിങ്ങിലേക്ക് ഒരു ഇഷ്ടം തോന്നാൻ കാരണം എന്താ? ഗെയിമിങ്ങിലേക്ക് ഞാൻ ഓട്ടോമാറ്റിക്കലി വീണു പോയതാണ്. കാരണം ഫ്രണ്ട്സ് ഒന്നിച്ചാരും ഇല്ലാത്തവർ ഓട്ടോമാറ്റിക്കലി ഗെയിമിലേക്ക് വീണ് പോകും. അതങ്ങനെയാണ്. ഇപ്പം ഞാൻ ഗെയിം കളി കുറവാ മീൻസ് മുന്നത്തേന് കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. മുന്നേ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സോ ആരും ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ ഒരു വഴിയില്ല. എന്തെങ്കിലും ഒരു ഫീൽഡിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലേക്ക്, ഗെയിം എന്ന് പറയുമ്പോൾ ഗെയിമിൻ്റെ അകത്ത് കുറേ ഫ്രണ്ട്സിനെ കിട്ടും നമുക്ക്, ഓൺലൈൻ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഗെയിമിലേക്ക് ഇതാകുന്നത്. ആദ്യം ക്ലാഷ് ഓഫ് ക്ലാൻസ്, അതിൽ ക്ലാനിൽ കുറേ ഫ്രണ്ട്സ്, അങ്ങനെ ഇങ്ങനെ ലൈറ്റ്, അങ്ങനെ ഓൺലൈനിലാണ് ഞാൻ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി തുടങ്ങുന്നത്. അങ്ങനെ പിന്നെ ക്ലാഷ് ഓഫ് ക്ലാൻസിന് ശേഷം പല ഗെയിമിങ്ങും കഴിഞ്ഞ് ലാസ്റ്റ് ഇപ്പം പബ്ജിയിൽ. ലൈക്ക് ഇപ്പം സ്ട്രീമിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പം തൊപ്പിനെ കണ്ട് ഒരുപാട് പേര് സ്ട്രീം ചെയ്യുന്നു, അതുപോലെ തൊപ്പി ഒരാളെ കണ്ടിട്ടായിരിക്കുമല്ലോ തൊപ്പിയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം വേറൊരാളാണ്. പക്ഷെ എൻ്റെ സ്ട്രീമിംഗ് ആദ്യം തുടങ്ങിയതിൻ്റെ ഇൻസ്പിറേഷൻ മൊത്തം ഐഷോ സ്പീഡിനെ അറിയോ? ഐഷോ സ്പീഡിൻ്റെ കണ്ടിട്ടാണ്. ഐഷോ സ്പീഡിൻ്റെ ഒരു കറക്റ്റ് റെപ്ലിക്ക മലയാളത്തിലേക്ക് കൊണ്ടുവരാന്നുള്ള ലെവലിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ ക്യാരക്ടർ വേറെ എന്തെങ്കിലും രീതിയിലേക്ക്, അത് മലയാളത്തിലേക്ക് ഞാനിത് ചെയ്യാൻ തുടങ്ങിയപ്പം അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല മലയാളീസിന് ഇഷ്ടപ്പെടുന്നത്, പല രീതിയിലായി. പിന്നെ ഞാൻ ആ ഫ്ലോയിൽ വെച്ച് അങ്ങ് പോയി. പിന്നെ എവിടെയെങ്കിലും എന്തെല്ലോ രീതിയിലായി. സ്റ്റാർട്ടിങ് ഐഷോ സ്പീഡിന് വേണ്ടിയിട്ടാണ് ഇൻസ്പിറേഷൻ കംപ്ലീറ്റ്ലി. ഇപ്പം ഞാൻ ചെയ്ത ബാഡായിട്ട് ആൾക്കാർ മുന്നേ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ ചെയ്ത ബാഡ് കാര്യങ്ങൾ മൊത്തം ഐഷോ സ്പീഡിനെ കോപ്പി അടിച്ച് ചെയ്തതാണ്. അല്ലാണ്ട് ഞാൻ എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു മോശം കാര്യം ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതല്ല. ആ സമയത്ത് ഐഷോ സ്പീഡ് കാണിക്കുന്നത് ഇതൊക്കെയാണ്, ഇങ്ങനെയുള്ള ഭ്രാന്തം കളിയാണ്. അപ്പം അതുപോലെ ഞാൻ കളിക്കണം എന്നുള്ള ആ ഒരു മനസ്സിലായി. അത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് തുടങ്ങിയത്. പിന്നെ വെച്ചാൽ സ്ട്രീമിങ് തുടങ്ങാനുള്ള കാരണം ഞാൻ നേരത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞല്ലോ, ഫസൽ എൻ്റെ ഒന്നിച്ചുണ്ടായിരുന്ന ഫ്രണ്ട്, അവൻ സൂയിസൈഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം വന്നത്. മീൻസ് ഇങ്ങനൊരു എന്താ പറയുക, സത്യം പറഞ്ഞാൽ മോട്ടിവേറ്റഡ് ആയിട്ട് പെട്ടെന്ന് ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ സ്ട്രീമിങ്ങിലേക്ക് ഇറങ്ങിയതല്ല. ഞാൻ ഡിപ്രഷൻ അടിച്ച് സ്ട്രീമിങ്ങിലേക്ക് ഇറങ്ങിയതാണ്. അതായത് വേറെ ഒന്നും ചെയ്യാനില്ലാണ്ട് ഇത് എന്തെങ്കിലും ലൈഫിൽ ചെയ്യണം എന്നുള്ള ഇതിൽ അങ്ങനെ അത്രയും എടുത്തിട്ടാണ് ഞാൻ സ്ട്രീമിങ്ങിലേക്ക് വരുന്നത്. സ്ട്രീമിങ്ങിലേക്ക് വന്നതിന് ശേഷം അതിൽ ഭയങ്കര എന്തൊക്കെയോ ഹോപ്പ്, സന്തോഷങ്ങൾ വരുന്നു, കുറേ ഹാപ്പിനെസ് അതിൽ കിട്ടാൻ തുടങ്ങിയപ്പം പിന്നെ അതിൽ നിന്ന് മാറിയതാണ്. അല്ലാണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് സ്ട്രീമിങ് തുടങ്ങിയതല്ല. പിന്നെ ഇവൻ പോയതിന് ശേഷം, കാരണം ഇവനായിരുന്നു എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആള്. പിന്നെ ഇവൻ പോയതിന് ശേഷം എനിക്ക് ഭയങ്കര കുറേ വർഷം ഞാൻ ഇങ്ങനെ ഉള്ളിൽ തന്നെ ഇരുന്നു, ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ തന്നെ ഇരുന്നു. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം ഒരു കണക്കിന് ഓൻ കാരണമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനൊരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് ഞാൻ ഇറങ്ങൂലായിരുന്നു. ഓക്കെ. അപ്പം തൊപ്പിയാണെങ്കിൽ കൂടുതലും ഇപ്പോൾ സ്ട്രീമിങ്ങിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ചെയ്തിരുന്നത് ഇങ്ങനെ ലൈക്ക് ഇപ്പം ചാറ്റിൽ ആൾക്കാർ പറയുന്നത് അനുസരിച്ചല്ലേ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കാരണം ലൈക്ക് അതൊക്കെ അന്ന് ചെയ്തോർത്തിട്ട് റിഗ്രറ്റ് ഉണ്ടോ? ചാറ്റ് പറയുന്നത് കേട്ട് ചെയ്യാന്നുള്ളത് ഒരു സ്ട്രീമറിൻ്റെ
റെസ്പോൺസിബിലിറ്റി ആണത്. മീൻസ് ഒരു സ്ട്രീമർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സ്ട്രീമർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ സ്ട്രീം ചെയ്യുന്നത്, അല്ലെങ്കിൽ വ്ളോഗ് ചെയ്താൽ പോരെ. ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ വ്ളോഗ് എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മളാ പരിപാടിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് കമൻസ് വരിക. ലൈവ് എന്ന് പറഞ്ഞാൽ ഓൺ ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കമൻസ് വരും. അതായത് ഞാനിപ്പം സമയത്ത് 3 മണിക്കാണ് ഞാനിപ്പോൾ ലൈവ് ഇടുന്നെങ്കിൽ ഈ 3 മണിക്ക് തന്നെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് കാണുന്ന ആൾ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജ് നോക്കിയിട്ട് ഞാൻ അയാൾ പറയുന്ന പോലെ ചെയ്യണം. അത് ഒരു സ്ട്രീമറിൻ്റെ റെസ്പോൺസിബിലിറ്റി. അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര ബോറിങ് ആവില്ലേ. അപ്പം ഞാൻ അങ്ങനെ ഒരു റൂള് വെച്ചതാണ്. സ്ട്രീമിങ് തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ട് ഞാൻ അങ്ങനെ ഒരു റൂള് വെച്ചതാണ്. ഈ ഓഡിയൻസ് ചാറ്റ് എന്ത് പറഞ്ഞാലും ചെയ്യാന്നുള്ള ഒരു റൂള് വെച്ചതാണ്. ഓക്കെ. അപ്പം അന്ന് തൊപ്പിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ തൊപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊപ്പിക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ് തൊപ്പിയുടേന്ന്. എന്ന് പറഞ്ഞു എന്നോട് സംസാരിച്ചപ്പോഴല്ല, ഫസ്റ്റ് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ. പഴയ ഇന്റർവ്യൂവിൽ പഴയ ഇന്റർവ്യൂ. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാന്ന് പറഞ്ഞു. ആ, ഞാൻ ഇന്റർവ്യൂ കാണാപ്പാടം പഠിച്ചേക്കാം, അതുകൊണ്ടാ പറയാണ്. അല്ല, ഞാൻ അങ്ങനെ ദേഷ്യം വരുന്ന ആളെന്നല്ല, ഗെയിമിലായിരിക്കും. അതെ, ഗെയിമിൽ ദേഷ്യം വരും എനിക്ക്. അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ കുറേ വർഷങ്ങൾ ഞാൻ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഗെയിം കളിച്ച് എൻ്റെ റിയാലിറ്റി ഗെയിമായി മാറിയിരുന്നു. അപ്പോൾ ഗെയിമിൽ പറ്റുന്ന ചെറിയ മിസ്റ്റേക്ക് പോലും എനിക്ക് ലൈഫിൽ പറ്റുന്ന മിസ്റ്റേക്ക് പോലെ തോന്നലുണ്ട്. അപ്പം അങ്ങനെ ദേഷ്യം വരും. ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ദേഷ്യം വരും. അല്ലാണ്ട് എനിക്ക് ഞാൻ അങ്ങനെ ഒരു ദേഷ്യം പിടിക്കുന്ന ക്യാരക്ടർ അല്ല റിയൽ ലൈഫിൽ. ഇപ്പോഴും അല്ല. അല്ല അങ്ങനെയല്ല. ഓക്കെ. അപ്പം പണ്ട് എനിക്കത് അറിയില്ല, ഇത് ചോദിക്കാൻ പറ്റുമോ, തൊപ്പിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ആൻസർ പറഞ്ഞാൽ മതി. തൊപ്പിക്ക് മുമ്പൊരു റിലേഷൻ ഉണ്ടായിരുന്നത് ലൈക്ക് സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും അറിയുന്ന ഇതായിരുന്നു. അപ്പോൾ പിന്നീട് നമ്മൾ അറിയുന്നത് നിങ്ങൾ ബ്രേക്കപ്പായി എന്നാണ്. അത് എന്തുകൊണ്ടാണ്? ബ്രേക്കപ്പിൻ്റെ റീസൺ ആണോ? റീസൺ എന്ന് പറഞ്ഞാൽ എല്ലാ റിലേഷനും പോലെ തന്നെ എല്ലാത്തിനും ഗുഡ് സൈഡ് മാത്രമല്ലല്ലോ, മോശം ഒരു സൈഡ് ഉണ്ടാവുമല്ലോ. അടികളും വഴക്കും എല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മൾ ബ്രേക്കപ്പ് ആയിട്ട് ഒരു വർഷത്തിന് മുകളിലായി. ഈ ഒരു വർഷത്തിന് മുകളിലായിട്ടും ഞാൻ ഓളും അങ്ങനെ തന്നെയാണ്. ഓളും ഇതുവരെ പോയിട്ട് നമ്മൾ അടിയിൽ നടന്ന പേഴ്സണൽ കാര്യങ്ങൾ എവിടെയും പോയി പറഞ്ഞിട്ടില്ല. ഞാനും എവിടെയും പോയി പറഞ്ഞില്ല. ഇനി അങ്ങോട്ടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പേഴ്സണൽ കാര്യമല്ല അത്. അപ്പം അങ്ങനെ അതിൻ്റെ ഗുഡ് സൈഡ് വേണമെങ്കിൽ ഞാൻ പറയാം. അതിൻ്റെ ഗുഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ഫസ്റ്റ് ലവ്, എൻ്റെ ആദ്യത്തെ പ്രണയം. അപ്പം എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. എനിക്ക് ഇപ്പോഴും എൻ്റെ ഇതിൽ മുന്നിനോട് ചോദിച്ചാൽ അറിയാം. ഇവൻ എപ്പോഴും പറയാം എടുത്ത് കത്തിക്കാൻ. ഓളെ സാധനങ്ങളിൽ ഇട്ട് വെച്ചൊരു പെട്ടിയുണ്ട്, ഇപ്പോഴും ഉണ്ട് എൻ്റെ അലമാരയിൽ. ഒരു ഓർമ്മപ്പെട്ടി എന്നാ പറയുക അതിന്. ഓർമ്മപ്പെട്ടില്ല. എന്തെങ്കിലും സാധനം കാണാണ്ടായി കഴിഞ്ഞാൽ ഞാൻ പാസ്പോർട്ട് ഇങ്ങനത്തെ വിലപിടിപ്പുള്ള സാധനമെല്ലാം ആ പെട്ടിയിൽ വെക്കുക. ആ പെട്ടിയിൽ ഇങ്ങനെ നമ്മുടെ റിലേഷനുള്ള സമയത്ത് കിട്ടിയ സാധനങ്ങളും പിന്നെ ഓളെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളുണ്ടാവില്ലേ, അതിന് ഫോട്ടോസ് അങ്ങനത്തെ എല്ലാം ആ പെട്ടിയിലുണ്ട്. അപ്പോൾ ഇപ്പോഴും എന്തെങ്കിലും കാണാണ്ടായി കഴിഞ്ഞാൽ പാൻ കാർഡ് കാണുന്നില്ല, പാൻ കാർഡ് കാണുന്നില്ല, എവിടെ ഓർമ്മപ്പെട്ടിയിൽ നോക്കുക, അങ്ങനെ പറയാം. അതിലാണ് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളിൽ ഇട്ട് വെക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ആദ്യത്തെ പ്രണയം ആയിക്കൊണ്ട് തന്നെ അത് ഭയങ്കര സ്പെഷ്യലാണ്. ഒരിക്കലും എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു ഇത് തന്നെയാണ്. പക്ഷേ ലൈഫല്ലേ, എല്ലാവരും ലൈഫിൽ ഇങ്ങനെയുള്ള ഇത് ഉണ്ടാവുമല്ലോ. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ വലിയ അതങ്ങനെ സംഭവിച്ചു, അത്രേ ഉള്ളൂ. നമ്മൾ രണ്ടാളും നല്ല വെൽ റെസ്പെക്റ്റഡ് ആയിട്ട് തന്നെ അതിനെ ഡീൽ ചെയ്തിട്ടുള്ളത്, മനസ്സിലായോ? അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം ഓളിപ്പം കല്യാണം കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ജീവിക്കാം അല്ലേ. അപ്പം നമ്മൾ ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വന്നിട്ട് ഓളെ പേര് വലിച്ചേക്കേണ്ട കാര്യം അത് മോശമാണ്. ഓക്കെ. അപ്പം ഇപ്പൊ തൊപ്പിക്കെന്ന് പറഞ്ഞാല് പണ്ടത്തെ തൊപ്പി പോലെ അല്ലല്ലോ, ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ തൊപ്പിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ എന്താ പറയാ, ഒരുപാട് പ്രപ്പോസൽസ് വരുന്നുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലൊക്കെ. എങ്ങനെയുണ്ട്? പ്രപ്പോസൽസ് വരുന്നില്ലേ? വരുന്നുണ്ട്. അങ്ങനെയല്ല, അങ്ങനെ വരുന്നില്ല. ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഡെയിലി പ്രപ്പോസൽസ് വന്നോണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, മാസത്തില് 2 മാസത്തിൽ പിന്നെ തൊപ്പിക്ക് ചിലപ്പോൾ മെസ്സേജ് അയക്കാൻ പേടിയായിരിക്കും. തൊപ്പിയുടെ ഇൻസ്റ്റാഗ്രാമിലോ ആരാണ് ഇത് വായിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും തൊപ്പി. പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഡെയിലി ഇങ്ങനെ പ്രപ്പോസൽ വരുന്നുണ്ടാവും അല്ലെങ്കിൽ അങ്ങനത്തെ ലൈഫ്. അങ്ങനെയൊന്നുമല്ല. മീൻസ് ലാസ്റ്റ് വന്ന പ്രപ്പോസൽ എപ്പോഴാണ്? ഇന്ന് രാവിലെ. ഇല്ല, എനിക്ക് ഓർമ്മയില്ല. ഒരു 2 ആഴ്ച 1 മാസം അങ്ങനെ എന്തോ ആയി. പിന്നെന്ന് വെച്ചാൽ എന്താ ഇവര് പറയുന്നേ?
അല്ല എനിക്കറിയാം തൊപ്പിയാണെങ്കിൽ ഇപ്പൊ ചെറിയ കാര്യങ്ങളൊക്കെ വരെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഓർത്തിരിക്കണ അല്ല ആളാണ്. നമുക്ക് പറയാൻ പറ്റില്ല ഇവര് എന്ത് കണ്ടിട്ടാ പ്രപ്പോസ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് അത്, മനസ്സിലായോ? പിന്നെന്ന് വെച്ചാൽ എനിക്ക് പേടിയാ സത്യം പറഞ്ഞ ഇനി ഒരു അറ്റാച്ച്മെന്റോ അറ്റാച്ച്മെന്റ് അങ്ങനത്തെ ഇത് വേണ്ടെന്നുള്ളൊരു മൈൻഡിലാണ് ഉള്ളത്. പിന്നെ പറയാൻ പറ്റില്ല ചിലപ്പോൾ. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ 1-8 സംഭവങ്ങൾ വരും എൻ്റെ മൈൻഡിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഉമ്മ വെച്ച പെണ്ണോട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്തോ അത് ഉറങ്ങി എണീച്ചപ്പോൾ പോയി. അതായത് നമുക്ക് ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു 2 ദിവസം ഉറങ്ങി എണീച്ചാൽ പോവും, പെട്ടെന്നൊരു സംഭവം അടിക്കും. മനസ്സിലായി? ഇങ്ങനെ ഒരു ഭയങ്കര എന്തോ ഒരു സംഭവം തോന്നും. അത് ഉറങ്ങി എണീക്കുമ്പോൾ പോകും, അങ്ങനത്തതേ ഉള്ളൂ. അല്ലാണ്ടൊന്നുമില്ല എനിക്കൊന്നും. തൊപ്പിക്ക് ആരോടെങ്കിലും ക്രഷ് ഉണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ക്രഷ് തോന്നിയതെല്ലാം ഒരു ദിവസം ഉറങ്ങി എണീച്ചാൽ 2 ദിവസം ഉറങ്ങി എണീച്ചപ്പോൾ ലോങ് ടേം ക്രഷ് അല്ലെങ്കിൽ ഇങ്ങനെ കുറെ കാലം ഇയാളുടെ കൂടെ എനിക്ക് ജീവിക്കണം എന്ന് തോന്നിയത് ഓൾ തന്നെയായിരുന്നു. പക്ഷെ ഇത് മീൻസ് അതിന് കുറെ കാരണങ്ങളുണ്ട്. മീൻസ് ഇത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട് ഫസൽ, ഓനുമായിട്ട് കുറേ ഇതുണ്ടായിരുന്നു ഇവക്ക്, കുറേ സാമ്യത ഉണ്ടായിരുന്നു. ഓൻ സംസാരിക്കുന്ന പോലെ ഇവള് സംസാരിക്കുക. ഞാൻ എപ്പോൾ ഇവളെ കളിയാക്കിയിട്ട് പറയുന്നൊരു കാര്യം ഫസലിന്റെ പേരും പറഞ്ഞാൽ, അതായത് ഫസലിന്റെ അതേ ആറ്റിറ്റ്യൂഡ് അതേ സംസാരം അത് പറഞ്ഞ് നമ്മൾ കുറേ കളിയാക്കുമായിരുന്നു. ബാക്കി എല്ലാവരും ഉണ്ടെങ്കിൽ അത് പറയാനൊരു രസമായിരുന്നു. മീൻസ് ഷമീറിനല്ലാതെ അറിയാം, ഷമീർ മുന്നിനായാലും പോഡ്കാസ്റ്റ് ആയിക്കൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റും. അതിൻ്റെ അങ്ങനെ കുറേ സംഭവം ഉണ്ടായിരുന്നു. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ഒരിക്കലും ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ടൈമായിരുന്നു. അങ്ങനത്തെ ഒരു ഇത് എൻ്റെ ലൈഫിൽ ഇനി വരുമെന്ന് എനിക്കറിയില്ല. അത് നമുക്ക് നോക്കാം, എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ വേറൊരാളായിട്ട് റിലേഷൻ ആയിരിക്കും. ഇതൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഞാൻ ചിലപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞാൽ വേറൊരു റിലേഷനിൽ പെടുമായിരിക്കും. എനിക്കറിയില്ല, മനുഷ്യൻ്റെ മനസ്സല്ലേ, പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ ആരോടും തോന്നിയില്ല. ഇപ്പത്തെ എൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ അധികം സംസാരിക്കാത്ത ഒരു അതെന്തോ എനിക്ക് എന്താന്ന് എനിക്ക് അറിയില്ല. എനിക്ക് അങ്ങനെ ഒരു വിചാരിച്ചിട്ടാണോ? ഒരു സംഭവം വന്നു. അല്ല, ഇപ്പൊ തൊപ്പി ഒരുപാട് സംസാരിക്കുന്ന ആളല്ലേ? അല്ല, നോ. ഞാൻ എൻ്റെ പ്രൈവറ്റ് മൊമെന്റ്സിൽ ഞാൻ സംസാരിക്കുന്ന ആളേ അല്ല. ഞാൻ അങ്ങനെ ഈ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു സഭയിലിരിക്കുമ്പോ അല്ലെങ്കിൽ ഇങ്ങനത്തെ മൊമെന്റിലല്ലാതെ ഞാൻ ആക്റ്റീവ് ആവും. അല്ലെങ്കിൽ ഞാൻ വളരെ സൈലന്റ് ആയിട്ട്. കാരണം എൻ്റെ ഡിഫോൾട്ട് അതാണ്. ഞാൻ ജീവിച്ചു വന്ന ടൈം മൊത്തം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഡിപ്രഷൻ ഈ സാധനമാണ്. അപ്പം എൻ്റെ ഡിഫോൾട്ട് അതായി മാറി. എൻ്റെ റിയാലിറ്റി അതാണ്, ഇങ്ങനെ അധികം സംസാരിക്കാണ്ട് മിണ്ടാണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം പിന്നെന്ന് വെച്ചാൽ ഈ അധികം സംസാരിക്കാത്ത പെണ്ണുങ്ങളാകുമ്പം സമാധാനമാണ്. പക്ഷെ അങ്ങനത്തെ കുട്ടികൾ ഇപ്പൊ ലൈക്ക് മിണ്ടാപ്പൂച്ചകളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ. ആണോ? അതറിയില്ല. അങ്ങനെ ഉണ്ടോ? അല്ലേ മുനു? എനിക്കറിയില്ല. ആരോടാ ചോദിക്കുന്നത്? അല്ല, ഓ 40 year old വെർജിനായിട്ട് ഇങ്ങനെ ഇതെടുത്ത. അല്ല, അതൊരു സിനിമന്റെ പേരാ. ഞാൻ ട്രോൾ ചെയ്തതാ. ഞാൻ പറയുന്ന വെച്ചാൽ ഇതുവരെ റിലേഷൻ ഇല്ലാത്ത ഒരാളാണ്. പറഞ്ഞല്ലോ പാവം പോലെ ഇരിക്കുകയാണ്. പക്ഷെ അങ്ങനത്തെ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ലൈക്ക് അവര് ഇപ്പം ചില ആൾക്കാർ ഇപ്പം ഇങ്ങനെ എന്താ പറയാ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് നടക്കണുണ്ടെങ്കിലും പക്ഷെ അതാണ് അവരുടെ റിയാലിറ്റി. പക്ഷെ ഈ എന്താ പറയാ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കണവര് അവരെ വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ലൈക്ക് അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. പക്ഷെ മിക്കവരും അങ്ങനെ ജെനുവിൻ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ നോക്കട്ടെ. അതെ. അപ്പൊ ഇനി ഇപ്പം തൊപ്പിയുടെ ഇപ്പം എനിക്ക് തൊപ്പി പറഞ്ഞല്ലോ ഒരുപാട് വണ്ടികളുണ്ട്. ഇനിയിപ്പോ തൊപ്പിയുടെ ഒരു ഡ്രീം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ 911 എടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ഡ്രീമാണ്. അപ്പം ഈ അടുത്ത് ഞാനൊരു ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരു വലിയ കോൺട്രാക്ട് കിട്ടി. വലിയ കോൺട്രാക്ട് അല്ല, എനിക്ക് ലൈഫിൽ കിട്ടിയതിൽ ഏറ്റവും വലിയ കോൺട്രാക്ട് ഒന്നും അല്ല അത്. പക്ഷെ റൂട്ടർ എന്ന് പറഞ്ഞൊരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ എനിക്കൊരു അത്യാവശ്യം നല്ലൊരു ഡീൽ കിട്ടി. അപ്പം അത് കിട്ടിയപ്പോൾ ഞാൻ തീരുമാനിച്ച കാര്യം എന്ന് വെച്ചാൽ ഒരു 911 ഈ കോൺട്രാക്റ്റിലൂടെ കിട്ടുന്ന പൈസക്ക് ഒരു 911 എടുക്കുക എന്നുള്ള മൈൻഡിലാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ പഴയ പോലെ അല്ല. എൻ്റെ മോട്ടിവേഷനൽ ഇപ്പം ഭയങ്കര ലോ ആണ്. കാരണം അവർ എനിക്ക് തന്ന കോൺട്രാക്റ്റിൻ്റെ ഫസ്റ്റ് മാസം തന്നെ ഞാൻ തെറ്റിച്ചു. ഞാൻ മടി പിടിച്ചു. ഞാൻ ട്രാവൽ ചെയ്തു, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ സ്ട്രീം ചെയ്തില്ല. സ്ട്രീം ചെയ്യണമെങ്കിൽ കൊച്ചിയിൽ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ സ്ട്രീമിങ് സെറ്റപ്പിൻ്റെ മുന്നിൽ നിന്ന് എനിക്ക് സ്ട്രീം ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടും. ഞാൻ പല സ്ഥലത്തും പോയി ട്രാവൽ ചെയ്തു, അവിടെ പോയി ഇവിടെ പോയി, പിന്നെ മടി പിടിച്ച് കടന്നുറങ്ങി. ഞാൻ പറഞ്ഞില്ല, ഞാൻ കൂടുതൽ സമയം കടന്നുറങ്ങും.
9/11 എടുക്കാന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ തുടങ്ങിയെങ്കിലും ഇപ്പം ഭയങ്കര ഉഴപ്പിയിട്ടാണ് ഞാൻ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം അത് എടുക്കൽ കുറച്ച് ലേറ്റ് ആവുമായിരിക്കും, എനിക്കറിയില്ല. എൻ്റെ മോട്ടിവേഷൻ പോലെ കാരണം വെച്ചാൽ പണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോട്ടിവേഷനാണ്. ഞാൻ അങ്ങനെ മടിച്ചിരിക്കൂല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു റിലാക്സ്ഡ് ആയി മൊത്തത്തിൽ. ഇപ്പം ഇങ്ങനെയൊക്കെ മതി, ഇതൊക്കെ മതി, അങ്ങനത്തെ ഒരു ഒതുങ്ങി പോകുന്ന ഒരു മൈൻഡിലേക്ക് പോകുന്ന പോലെ ഒരു ഫീല്. ഒരു കണക്ക് നല്ല ജീവിക്കാൻ ഇതാ നല്ലത്, സമാധാനം. ലൈക്ക് തൊപ്പി എങ്ങനെയാണ് കൂടുതൽ പൈസ സേവ് ചെയ്ത് വെക്കുന്ന ഒരാളാണോ അതെയോ ലൈക്ക് ഭയങ്കരമായിട്ട് ഓവർ സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണോ? മണി മാനേജ്മെന്റ് എങ്ങനെയാണ്? മണി മാനേജ്മെന്റ് എൻ്റെ വളരെ വളരെ മോശമാണ്. ഞാൻ പല കാര്യങ്ങളിലും പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പല പൈസ, ഞാൻ കളഞ്ഞ പൈസൻ്റെ എണ്ണം എടുത്തു നോക്കിയാൽ അതിന് കയ്യും കണക്കും ഉണ്ടാവില്ല. ഭയങ്കരമായിട്ട് പൈസ ഞാൻ കളഞ്ഞിട്ടുണ്ട്, വെറുതെ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. ഗ്യാംബ്ലിങ്, ഇങ്ങനെ കുറേ ബാഡ് അഡിക്ഷൻസ് എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ എൻ്റെ മുന്നിൽ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതൊക്കെ നിർത്തി. ഇങ്ങനെ ബാഡ് പ്ലേസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടികളെല്ലാം നിർത്തി. ആവശ്യമില്ലാണ്ട് ദൂർത്തടിക്കൽ എല്ലാ പരിപാടിയും നിർത്തി. കാരണം എൻ്റെ മുന്നിൽ ഇപ്പം എൻ്റെ ഗ്യാങ് ഉണ്ട്. ഇവരെല്ലാവരും കാരണം ഇപ്പം വീട്ടിലുള്ള 8 പേരുടെയും കാര്യങ്ങളെല്ലാം നോക്കുന്ന, ഫുൾ ചിലവുകൾ എല്ലാം, അവരുടെ കാര്യങ്ങൾ, അവർക്കുള്ള സാലറി, എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാണ്. അപ്പം എനിക്ക് എൻ്റെ മുന്നിൽ ഇവരൊരു സ്ഥലത്തേക്ക് എത്തിച്ചു വെക്കണം എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. അപ്പം ഞാനങ്ങനെ ബാഡ് ഹാബിറ്റ്സ് ഒന്നും ഇപ്പം ഇല്ല സത്യം പറഞ്ഞാൽ. ഇപ്പം മണി മാനേജ്മെൻറ്റ് എങ്ങനെ നന്നായി വരുന്നു.